ദൈവകൃപയ്ക്ക് തടസ്സമാകുന്ന മേഖലകളിൽ ഒന്നാണ് നമ്മുടെ ക്ഷമിക്കാത്ത അവസ്ഥ. നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് വ്യക്തിപരമായി മിക്കവാറുമുള്ളവർക്ക് വലിയ വലിയ ബുദ്ധിമുട്ടാണത് പ്രാവർത്തികമാക്കാൻ. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴി ഞാനിന്ന് പറഞ്ഞു തരാം. നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെ ഭയങ്കരമായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാൻ നമുക്ക് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ, എത്ര പ്രാർത്ഥിച്ചിട്ടും ആ വ്യക്തിയോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്യുക. ആ വ്യക്തിയുടെ നന്മകൾ നിങ്ങൾ നോക്കുക. പക്ഷെ നിങ്ങളത് എണ്ണി നോക്കുമ്പോൾ ഒരു നന്മയായിരിക്കില്ല, ആ വ്യക്തിക്ക് പല നന്മകളുണ്ടാവാം. ആ നന്മകളെ പ്രതി ഈശോയ്ക്ക് നന്ദി പറയുക. ആ നന്മകളെ പ്രതി അയാളോട് ക്ഷമിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ദൈവത്തിന്റെ ക്ഷമിക്കുന്ന സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും. എല്ലാ മനുഷ്യരിലും ദൈവാംശം ഉള്ളത് കൊണ്ട് തന്നെ നന്മയില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. ഒരാൾക്ക് ഒരു നന്മയും ഇല്ലെന്ന് നമ്മൾ അതൊക്കെ പറയാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ നന്മയില്ലാത്ത ഒരു മനുഷ്യനും, എത്ര കഠിനപാപിയാണെങ്കിലും എത്ര കൊലപാതകങ്ങൾ ചെയ്തവനാണെങ്കിലും അവനിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകും. കാരണം എല്ലാ മനുഷ്യരിലും ദൈവാംശം ഉണ്ട്. അപ്പോൾ നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയുടെ ഒരു നന്മയെങ്കിലും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഒന്നല്ല, അതിൽ കൂടുതൽ നന്മ നമുക്ക് ഓർമ്മ വരും. ആ നന്മകളെ പ്രതി യേശുവിന് നന്ദി പറയുക. ആ നന്മകളെ പ്രതി അവരുടെ തെറ്റുകൾ അവഗണിക്കുക. ക്ഷമിക്കാൻ സാധിക്കണമേ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമയുടെ വലിയ കൃപ നിങ്ങളിലേക്ക് ദൈവം ഒഴുക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യം വളരട്ടെ.